നമസ്കാരം. പ്രധാന വാർത്തകൾ. അംഗപരിമിതന്റെ വീടും കാറും ടാറിൽ കുളിപ്പിച്ച ദേശീയപാതയുടെ നിർമ്മാണ കമ്പനി. തൃശൂർ മണത്തലയിൽ റോഡ് വിണ്ടുകീറിയത് മറയ്ക്കുന്നതിനു വേണ്ടി ഒഴിച്ച ടാറാണ് മഴയിൽ ഒഴുകി വീട്ടിലെത്തിയത്. വീടിന്റെ മുറ്റം മുഴുവനും ടാർ നിറഞ്ഞിരിക്കുകയാണ്. അക്കരപ്പറമ്പിൽ അശോകനും കുടുംബവുമാണ് കരാർ കമ്പനിയുടെ ടാർ പൂശലിൽ പ്രതിസന്ധിയിലായത്. ചെളിവെള്ളത്തിനൊപ്പം ടാറും കൂടി ഒഴുകിയെത്തുകയായിരുന്നു. വീട്ടിലെ പറമ്പിലേക്കടക്കം ടാർ അടിഞ്ഞുകൂടി. ടാർ നിറഞ്ഞ് വീട്ടിലെ പച്ചക്കറി കൃഷിയടക്കം നശിച്ച അവസ്ഥയിലാണ്. അശോകന്റെ വീടിന്റെ മുൻഭാഗത്ത് ദേശീയപാതയ്ക്ക് സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ടാർ ഒഴുകി വീട്ടിലും പറമ്പിലും നിറഞ്ഞത്. ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും ജില്ലാ ഭരണകൂടത്തിലും പരാതി നൽകിയിട്ടും പരിഹാരം കാണുന്നില്ലെന്ന് അശോകൻ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാർ മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ. ശക്തമായ വെടിവെപ്പാണ് ഇന്നലെ മേഖലയിൽ നടന്നത്. ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 2 ഭീകരരെ വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മുകാശ്മീരിൽ നടക്കുന്ന 3ാമത്തെ ഏറ്റുമുട്ടലാണിത്. നേരത്തെ സോപ്പിയാൻ, താൽ അടക്കമുള്ള മേഖലകളിൽ നിന്ന് 6 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും ഭീകരരെ കണ്ടെത്താനായിട്ടില്ല. അതിനിടെ ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി രഹസ്യാന്വേഷണ വിഭാഗം തടഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട 2 നേപ്പാൾ സ്വദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാക് രഹസ്യാന്വേഷണ ഏജൻസിയുടെ പരിശീലനം ലഭിച്ചവരെയാണ് അറസ്റ്റ് ചെയ്തത്. നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് കയറിയപ്പോൾ കാറിടിച്ചു. യുവാവിന് ദാരുണാന്ത്യം. മാനന്തവാടി അമ്പുകുത്തി സഫ മൻസിൽ സബാഹാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. മുൻ MLA പരേതനായ PPV മൂസയുടെയും പരേതയായ ജമീല കൊയ്ത്തുകണ്ടിയുടെയും മകനാണ്. സ്റ്റാർട്ട് ചെയ്ത് സിഗ്നലിട്ട് റോഡിലേക്ക് കയറവേ പിറകിലൂടെയെത്തിയ കാർ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ സബാഹിനെ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയുമായിരുന്നു. നാല് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പോലീസ്. അമ്മയ്ക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. മക്കളുടെ കാര്യം പോലും നോക്കാൻ പ്രാപ്തിക്കുറവും അമ്മയ്ക്കുണ്ടെന്നാണ് കണ്ടെത്തൽ. അമ്മ കുട്ടികളെ കൊലപ്പെടുത്താൻ നേരത്തെ ശ്രമിച്ചിരുന്നുവെന്ന ആരോപണവും പോലീസ് തള്ളി. കുട്ടിയെ പീഡിപ്പിക്കാൻ കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ സാഹചര്യം പിതൃ സഹോദരൻ മുതലെടുക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം മകളുടെ പീഡന വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഭർത്താവിന്റെ സഹോദരൻ കുട്ടിയെ പീഡിപ്പിച്ചതിനെക്കുറിച്ച് അറിയില്ലെന്നും അമ്മ പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി പ്രകാശിപ്പിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷനാകും. വാർഷികാഘോഷ സമാപനത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ 10:30-ന് വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാതല യോഗത്തിൽ വ്യത്യസ്ത മേഖലകളിലെ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് സംവദിക്കും.